പ്രൈസ് ദി ലോർഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബൈബിളിലെ തോട്ടങ്ങളും തോടുകളും ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ സോഫിയ. ആദ്യത്തെ ചോദ്യം: ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും കിദ്രോൻ തോട്ടിലിട്ടത് ആരാണ്? ഉത്തരം ലേവ്യർ. 2 ദിനവൃത്താന്തം 29 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം: രാത്രിയിൽ തോട്ടിൻ്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കിക്കണ്ട വ്യക്തി ആരാണ്? ഉത്തരം നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം: സകല ധൂപകലശങ്ങളെയും എറിഞ്ഞു കളഞ്ഞത് ഏത് തോട്ടിലാണ്? ഉത്തരം കിദ്രോൻ തോട്ടിൽ. 2 ദിനവൃത്താന്തം 30 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: തോട്ടിലെ കല്ലിനിടയിൽ ഇട്ടുകളയേണ്ടത് എന്താണ്? ഉത്തരം ഓഫീർ തങ്കം. ഇയ്യോബിൻ്റെ പുസ്തകം 22 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: കിദ്രോൻ തോട് കടന്ന രാജാവ് ആരാണ്? ഉത്തരം ദാവീദ്. 2 ശമൂവേൽ 15 അധ്യായം 23 വാക്യം. അടുത്ത ചോദ്യം: പുരാതന നദി എന്നറിയപ്പെടുന്ന തോട് ഏതാണ്? ഉത്തരം കീശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 5 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം: സീസരയെയും അവൻ്റെ സൈന്യത്തെയും ഏത് തോടിനരികെയാണ് യഹോവ കൊണ്ടുവന്നത്? ഉത്തരം കീശോൻ തോടിനരികെ. ന്യായാധിപന്മാരുടെ പുസ്തകം 4 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം: ദാവീദ് മിനുസമുള്ള കല്ലുകൾ എടുത്തത് എവിടെ നിന്നുമാണ്? ഉത്തരം തോട്ടിൽ നിന്ന്. 1 ശമൂവേൽ 17 അധ്യായം 40 വാക്യം. അടുത്ത ചോദ്യം: ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് എത്തിയ തോട് ഏതാണ്? ഉത്തരം ബേസോർ തോട്. 1 ശമൂവേൽ 30 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം: ബേസോർ തോടിങ്കൽ ദാവീദ് എത്ര പേരെയാണ് താമസിപ്പിച്ചിരുന്നത്? ഉത്തരം 200 പേരെ. 1 ശമൂവേൽ 30 അധ്യായം 21 വാക്യം. അടുത്ത ചോദ്യം: മ്ലേച്ഛ വിഗ്രഹങ്ങളെ വെട്ടിമുറിച്ച് തോട്ടിലിട്ടത് ആരാണ്? ഉത്തരം ആസ. 1 രാജാക്കന്മാർ 15 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം: യോർദാന് കിഴക്കുള്ള തോട് ഏതാണ്? ഉത്തരം കെരീത്ത് തോട്. 1 രാജാക്കന്മാർ 17 അധ്യായം 5 വാക്യം. അടുത്ത ചോദ്യം: തോട്ടിലെ വെള്ളം വറ്റിച്ചത് എന്താണ്? ഉത്തരം യഹോവയുടെ തീ. 1 രാജാക്കന്മാർ 18 അധ്യായം 38 വാക്യം. അടുത്ത ചോദ്യം: ഏലിയാവ് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നത് ഏത് തോട്ടിനരികെ വെച്ചായിരുന്നു? ഉത്തരം കീശോൻ തോട്ടിനരികെ വെച്ച്. 1 രാജാക്കന്മാർ 18 അധ്യായം 40 വാക്യം. അടുത്ത ചോദ്യം: ആസ വിഗ്രഹങ്ങളെ ചുട്ടുകളഞ്ഞത് ഏത് തോടിനരികെ വെച്ചായിരുന്നു? ഉത്തരം കീശോൻ തോടിനരികെ. 1 രാജാക്കന്മാർ 18 അധ്യായം 40 വാക്യം. അടുത്ത ചോദ്യം: ഏദനിൽ ഏതു ഭാഗത്താണ് ദൈവം തോട്ടം ഉണ്ടാക്കിയത്? ഉത്തരം കിഴക്ക് ഭാഗത്ത്. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം: ഏദനിൽ നിന്ന് നദി പുറപ്പെട്ടത് എന്തിനായിരുന്നു? ഉത്തരം തോട്ടം നനപ്പാൻ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം:
നോഹ നട്ടുണ്ടാക്കിയ തോട്ടം ഏതാണ്? ഉത്തരം മുന്തിരിത്തോട്ടം. ഉൽപ്പത്തി പുസ്തകം 9 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ തോട്ടം പോലെയായിരുന്ന ദേശങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം സോദോമും ഗോമോറയും. ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ആഹാബിൻ്റെ അരമനയുടെ സമീപത്തുണ്ടായിരുന്ന തോട്ടം ഏതാണ്? ഉത്തരം മുന്തിരിത്തോട്ടം. 1 രാജാക്കന്മാർ 21 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിത്തോട്ടം ചീരത്തോട്ടമാക്കുവാൻ ആഗ്രഹിച്ച രാജാവ് ആരാണ്? ഉത്തരം ആഹാബ് രാജാവ്. 1 രാജാക്കന്മാർ 21 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം മനുഷ്യനും ഭാര്യയും. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം, ഉസ്സയുടെ തോട്ടത്തിൽ അടക്കം ചെയ്യപ്പെട്ട രാജാവ് ആരാണ്? ഉത്തരം മനശ്ശെ. 2 രാജാക്കന്മാർ 21 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, കാല പറിക്കാൻ പാടില്ലാത്ത തോട്ടം ഏതാണ്? ഉത്തരം മുന്തിരിത്തോട്ടം. ലേവ്യ പുസ്തകം 19 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ഏദൻ തോട്ടത്തിലെ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും ദൈവം ആക്കിയത് ആരെയാണ്? ഉത്തരം മനുഷ്യനെ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, വേറൊരു വക വിത്തും ഇടാൻ പാടില്ലാത്ത തോട്ടം ഏതാണ്? ഉത്തരം മുന്തിരിത്തോട്ടം. ആവർത്തന പുസ്തകം 22 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, തോട്ടത്തിൻ്റെ ഏത് ഭാഗത്താണ് കെരൂബുകളെ നിർത്തിയത്? ഉത്തരം കിഴക്ക് ഭാഗത്ത്. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം, അമോര്യരുടെ ദേശത്തു നിന്നും ഉത്ഭവിക്കുന്ന തോട് ഏതാണ്? ഉത്തരം അർണോൻ തോട്. സംഖ്യാപുസ്തകം 21 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, തോടിൻ്റെ വടക്കുവശത്തുകൂടി സമുദ്രത്തിൽ അവസാനിക്കുന്ന അതിർ ഉള്ളത് ആർക്കാണ്? ഉത്തരം മനശ്ശെക്ക്. യോശുവയുടെ പുസ്തകം 17 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന തോട് ഏതാണ്? ഉത്തരം അർണോൻ. സംഖ്യാപുസ്തകം 21 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കാൻ പറഞ്ഞത് ആരോടാണ്? ഉത്തരം ബെന്യാമീന്യരോട്. ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെ ആക്കുന്നത് ആരെയാണ്? ഉത്തരം ശമര്യയെ. മീഖയുടെ പ്രവചനം 1 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, കോതമ്പിനെയും യവത്തെയും ചൊല്ലി മുറയിടുവാൻ പറയുന്നത് ആരോടാണ്? ഉത്തരം മുന്തിരിത്തോട്ടക്കാരോട്. യോവേലിൻ്റെ പ്രവചനം 1 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം, തോട്ടിങ്കലെ അലരി ചുറ്റി നിൽക്കുന്നത് എന്തിനെയാണ്? ഉത്തരം നദീഹയത്തെ. യോബിൻ്റെ പുസ്തകം 40 അധ്യായം 15, 22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയും ഫലങ്ങളെ അനുഭവിക്കുകയും ചെയ്തവർ ആരാണ്? ഉത്തരം വിശന്നവർ. സങ്കീർത്തനങ്ങൾ 107 അധ്യായം 36, 37 വാക്യങ്ങൾ.
ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.